സുർനാമീം പഹല ദിൻ. ഇതിനകത്തെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാൻഷു ജോഷി ലേഖക് അദ്ദേഹം സുർനാമിലേക്ക് പോവുകയാണ്. ആ സുർനാമിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? അവിടെ 7ാം വിശ്വ ഹിന്ദി സമ്മേളനം നടക്കുകയാണ്. 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടക്കുകയാണ്. അവിടേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ യാത്രയിൽ സുർനാമിലേക്കുള്ള യാത്രയിലുള്ള ആ വിവരണം എന്തൊക്കെയാണ് അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഹനുമാൻ ചാലീസ, രാംചരിതമാനസ് ഇവയെക്കുറിച്ചിട്ട് പഠിച്ചു. ഇത്തരം പുസ്തകങ്ങൾ കൊണ്ട് ഇവിടെ നിന്നും ഭാരതത്തിൽ നിന്നും ഒരു ശ്രമിക്ക് ഒരു തൊഴിലാളി സുർനാമിലേക്ക് പോയി അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വർഷം 7ാം വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ തന്നെ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞത് ഈ സുർനാമിൻ്റെ പ്രത്യേകതയാണ്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 4.5 लाख ആബാദി വാലെ സുർനാമെ 4.5 ലക്ഷം ആളുകൾ താമസിക്കുന്നിടത്ത് 37% ലോക ഭാരതീയ മുൽക്കേ ഹെ. അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 37% ഭാരതത്തിൽ നിന്നും പോയിട്ട് അവരുടെ അടുത്ത തലമുറകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതം നോക്കിക്കഴിഞ്ഞാൽ, പാരമാരികം നോക്കിക്കഴിഞ്ഞാൽ ഭാരതമായിട്ടാണ് ആർക്ക് തോന്നുന്നത്? ലേഖകന് തോന്നുന്നത്. दिनांक 6 जून को प्रातः सम्मेलन का शुभारंभ करते हुए सुरनाम के अफ्रीकी मुल्क के राष्ट्रपति रोनाल्डो बेंसेन ने अपने उद्बोधन में कहा था, सुरनाम और भारत के बीच प्रगाढ़ आत्मीय संबंध हैं. जून 6 തീയതി प्रातः सम्मेलन का शुभारंभ करते हुए വിശ്വ ഹിന്ദി സമ്മേളനം ആരംഭിക്കുകയാണ് എന്നാണ്. ജൂൺ 6 തീയതി ശുഭാരംഭ കർത്തേ ഹുയെ, അവിടെ അതിനൊരു നല്ലൊരു ആരംഭം ചെയ്തുകൊണ്ട് ആര് പ്രസംഗിക്കുകയാണ്? സുർനാം കെ അഫ്രിക്കി മുൽക്കേ രാഷ്ട്രപതി, ആഫ്രിക്കയിൽ നിന്നും വന്നിട്ടുള്ള ആരാണ്? രാഷ്ട്രപതി. സുർനാമിൻ്റെ രാഷ്ട്രപതി ആരാണ്? അദ്ദേഹത്തിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം. അവിടെ നിന്നും സുർനാമിൻ്റെ പ്രസിഡന്റ് രാഷ്ട്രപതിയായിട്ട് മാറിയ റൊണാൾഡോ വെൻസേൻ, അദ്ദേഹം രാഷ്ട്രത്തിനെ സംബോധന ചെയ്തുകൊണ്ട്, രാഷ്ട്രമെല്ലാം ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? സുർനാം और भारत के बीच പ്രഗാഢ ആത്മീയ സംബന്ധി ഹേ. സുരിനാം और भारत के बीच, സുരിനാമും ഭാരതത്തിനുമിടയിൽ ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു സംബന്ധമുണ്ട്. എങ്ങനെയുള്ള സംബന്ധമാണ്? ആത്മീയ സംബന്ധം. ആത്മീയമായിട്ട് അവർക്കിടയിൽ ഒരു ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. ആരും തമ്മിൽ? സുരിനാം और भारत के बीच दोनों देश अनेक अर्थों में एक दूसरे से गहरे जुड़े हुए हैं. दोनों देश, രണ്ട് രാഷ്ട്രങ്ങളും എങ്ങനെയാണ്? സുർനാമും ഭാരതവും അനേക അർത്ഥോമേം, പല അർത്ഥങ്ങളിൽ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഏക് ദൂസരെ സെ ഗഹരെ ജുഡേ ഹുയേ ഹെ. दोनों के बीच പുരാനെ ഭാഷായി സംബന്ധി. അപ്പോൾ അവർക്കിടയിലുള്ള ബന്ധം എങ്ങനെയുള്ള ബന്ധങ്ങളാണ്? ദോനോങ്കെ ബീച്ച് പുരാനെ ഭാഷായി സംബന്ധി. രണ്ടുപേർക്കുമിടയിൽ, ഭാരതത്തിനും സുർനാമിനും ഇടയിൽ ഭാഷായി സംബന്ധം, ഭാഷകൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ്? ഭാരതത്തിൽ നിന്നും വന്നിട്ടുള്ള ശ്രമിക്ക് സുർനാമിൽ 130 വർഷമായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ തലമുറ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ടാവും? ഭാരതത്തിൻ്റെ ആ ഒരു എന്താണ്, ആ ഗുണവും ഭാഷയും എല്ലാം അവർക്കിടയിൽ ഉണ്ട്. അതാണ് പറയുന്നത് ഭാഷായി സംബന്ധ് ഹേ. ഭാഷ ഭാവോं की अभिव्यक्ति का सशक्त माध्यम होती है. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഒരു ഭാഷായി സംബന്ധമുണ്ട്. അപ്പോൾ ഈ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭാവോങ്കി അഭിവ്യക്തിക്ക് സശക്ത മാധ്യമം ഹോത്തി ഹേ. ഭാഷ എന്ന് പറഞ്ഞാൽ ഭാവങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള ശക്തമായിട്ടുള്ളൊരു മാധ്യമമാണ് എന്ത്? ഈ ഭാഷ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളെ ഭാഷാരൂപത്തിൽ എന്താണോ നമ്മൾ പറയുന്നത്, അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹത്തോടെയാണോ, ഇതെല്ലാം എങ്ങനെ മനസ്സിലാവും? നമ്മുടെ ഭാവോങ്കി അഭിവ്യക്തി, ഭാവങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് എന്ത്? ഭാഷ എന്ന് പറയുന്നത്.
ഹിന്ദി की ജനനി സംസ്കൃതി की अपनी വിശേഷതായും ഹി ഹിന്ദിയുടെ ജനനി അമ്മയായ ഹിന്ദിയുടെ അമ്മയായിട്ടുള്ള ആരാണ്? സംസ്കൃതത്തിൽ നിന്നും പല പല ഭാഷകളിൽ നിന്നുമാണ് ഹിന്ദി ഉണ്ടായിരിക്കുന്നത്. അതിൽ സംസ്കൃത് നിന്നുമാണ് മെയിനായിട്ടും എന്തുണ്ടാകുന്നത്? ഹിന്ദി ഉണ്ടായിരിക്കുന്നത്. അതിൽ സംസ്കൃത് ജനനിയാണ്, അമ്മയാണ് ആരുടെ? ഹിന്ദിയുടെ. ആ അമ്മയായ സംസ്കൃതിക്ക് അപ്പനി വിശേഷത ഹോത്തി ഹേ, ധാരാളം വിശേഷതകളുണ്ട് എന്തിന്? സംസ്കൃതത്തിന്. उसके साथ साथ आज विश्व की एक प्रमुख भाषा के रूप में ഹിന്ദി भी उभर रही है. അതിൻ്റെ ഒപ്പം തന്നെ ഹിന്ദി സംസ്കൃതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഹിന്ദിയുടെ പ്രത്യേകത എന്താണ്? സാത്ത് സാത്ത് आज विश्व की एक प्रमुख भाषा के रूप में ഹിന്ദി भी उभर रही है. ഹിന്ദി എന്തായി മാറിയിരിക്കുന്നു? ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു ഭാഷയായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് ആരുടെയൊക്കെ ഭാഷയാണ്? സാധാരണക്കാരുടെ ഭാഷയായിരുന്നു. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഷയായിരുന്ന ഹിന്ദി പിന്നീട് എന്തായിട്ട് മാറി? ശാസകവും രാഷ്ട്രീയ അധ്യക്ഷവും ഈ ഭാഷ ബൻഗേയും, രാജ്യം ഭരിക്കുന്ന ആളുകളുടെയും ഭരണാധികാരികളുടെയും എല്ലാം ഭാഷയായിട്ട് മാറി. അങ്ങനെ ഹിന്ദി എന്തായി? 120 ദേശോമേം 120 ദേശങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഹിന്ദി അതിൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതാണ് അദ്ദേഹവും പറയുന്നത്. റൊണാൾഡോ വെൻസിൻ പറഞ്ഞതാണ്, ഹിന്ദി എന്ന് പറയുന്നത്, ഹിന്ദിയുടെ ജന്നി എന്ന് പറഞ്ഞ സംസ്കൃതമാണ്. അതിന് ധാരാളം വിശേഷതകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ വിശേഷതകളുടെ ഒപ്പം തന്നെ സംസ്കൃതത്തിൻ്റെ വിശേഷതകളുടെ ഒപ്പം തന്നെ ഹിന്ദി എങ്ങനെ മാറുന്നു? ഹിന്ദി വിശ്വക്ക് പ്രമുഖ ഭാഷയ്ക്ക് രൂപമേ ഹിന്ദി ഭീ ഉഭർ രഹി ഹൈ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയായിട്ട് ഹിന്ദി മാറിയിരിക്കുകയാണ്. सुरनाम में हिंदी के प्रचार प्रसार में हिंदी को आम आदमी तक पहुंचाने में हिंदी फिल्मों तथा संगीतों का भी विशेष योगदान रहा है. സുർനാം മേ ഹിന്ദിക്ക് പ്രചാർ പ്രസാർ മേ, സുർനാമിൽ ഹിന്ദിയെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഹിന്ദിക്കു ആം ആദ്മി തക്ക് പहुंचाने में हिंदी फिल्मों तथा संगीतों का भी विशेष योगदान रहा है. ഹിന്ദിയെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഹിന്ദി ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ഹിന്ദിയെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഹിന്ദി ഫിൽമും ഹിന്ദി സിനിമകൾ, അതുപോലെ തന്നെ ഹിന്ദിയിലെ സംഗീതം, പാട്ടുകൾ, ഇവയെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്തു? വിശേഷ യോഗ്ദാൻ രഹാഹി, ഇവയ്ക്കൊക്കെ പ്രധാന സ്ഥാനമുണ്ട്. എന്തിന്? ഹിന്ദി സിനിമയ്ക്കും ഹിന്ദി സംഗീതത്തിനും ഹിന്ദി പാട്ടുകൾക്കും ഗാനങ്ങൾക്കും പ്രധാന സ്ഥാനമുണ്ട്. എന്തിനാണ്? ഹിന്ദിക്ക് പ്രസാർമേ, ഹിന്ദി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. എവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി? സുർനാം മേ ഹിന്ദിക്ക് പ്രചാർ പ്രസാർ മേ ഹിന്ദി ഫിൽമോം തഥാ സംഗീതവും കാ വിശേഷ യോഗ്ദാൻ രഹാ ഹേ. ഹിന്ദി സിനിമകളും കാര്യം, നമ്മൾ ഒരു ഭാഷ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ വാക്കും എടുത്ത് പഠിക്കുകയും അക്ഷരങ്ങൾ പഠിക്കുന്നതിന് പകരം നമ്മൾ ധാരാളം സിനിമകൾ, ആ ഒരു ഭാഷയിൽ സിനിമകൾ കാണുക, അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ആ സബ് ടൈറ്റിലും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനാണ്, അതേ രൂപത്തിലാണ് ഇവിടെയും സുർനാമിൽ ഹിന്ദി പ്രചരിപ്പിച്ചത്. എങ്ങനെയാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഹിന്ദി പ്രചരിപ്പിച്ചത്. ഏത് രൂപത്തിലാണ്? ഹിന്ദി ഫിൽമോ തഥാ സംഗീതവും കാ വിശേഷ യോഗ്ദാൻ രഹാ ഹേ. എന്താണ്? ഹിന്ദി ഫിൽമും തഥാ സംഗീതവും കെ രൂപ में ആം ആദ്മി के बीच में हिंदी का प्रचार प्रसार किया गया है. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഹിന്ദി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? ഹിന്ദി ഫിലിം സംഗീത്, ഹിന്ദി സിനിമയും പാട്ടുകളും എല്ലാം ആ രൂപത്തിലേക്ക് ഹിന്ദിയെ പ്രചരിപ്പിക്കാനായിട്ട്, സാധാരണക്കാരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. हिंदी चलचित्रों के प्रति सुरनाम के भारतवासियों का ही नहीं, अन्य सुरनामी लोगों का भी गहरा लगाव है. ഹിന്ദി ചലച്ചിത്രോं പ്രതി, ഹിന്ദി ഫിലിം കാണുന്നതിന് വേണ്ടി സുർനാം കെ ഭാരതീയ വംശീയോं का ही नहीं, ഭാരതത്തിൽ നിന്നും വന്നിട്ടുള്ള, ഭാരതത്തിൽ തന്നെ റൂട്ടുള്ള അല്ലെങ്കിൽ ഭാരതീയരായിട്ടുള്ള ആളുകളുടെ തലമുറകൾ, അതാണ് ഭാരതീയ വംശി, ഭാരതത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ, സുർനാമിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഹിന്ദി ചലച്ചിത്രം കാണുന്നത്.
പിന്നെ ആരൊക്കെയാണ്? അന്യ സുർനാമി ലോക്, മറ്റ് സുർനാമിലെ തന്നെ സുർനാമിയായിട്ടുള്ള ആളുകൾ, സുർനാമിലെ തന്നെ ആളുകൾ പോലും എന്ത് കാണുന്നു? ഹിന്ദി ചലച്ചിത്രം കാണുന്നു. സുർനാമി ലോകോങ്ക ഭി ഗഹര ലഗാവ് ഹേ, താല്പര്യമുണ്ട്. ഹിന്ദി ഫിലിം കാണുന്നതിനോട് ആർക്കൊക്കെയാണ് താല്പര്യം? ഭാരതീയ വംശീയോങ്ക ഹി നഹി, ഭാരതീയ വംശീയത്തിൽ നിന്നും വന്ന ആൾക്കാർക്ക് മാത്രമല്ല, പിന്നെ ആർക്കും കൂടി താല്പര്യമുണ്ട്? സുർനാമി ലോക്, സുർനാമിലെ ആൾക്കാർക്കും എന്ത് കാണാൻ താല്പര്യമുണ്ട്? ഹിന്ദി ഫിലിം കാണാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ आम आदमियों के बीच ये हिंदी के प्रचार प्रसार करने के लिए उन्होंने क्या की? उन्होंने हिंदी फिल्मों तथा संगीतों का विशेष योगदान रहा है. ഹിന്ദി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? ഹിന്ദിക്ക് പ്രചാര പ്രസാർ കർണയ്ക്ക് ലിയെ ആം ആദ്മിക്ക് ബീച്ച് മേ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇവർ ഹിന്ദി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഹിന്ദി ഫിലിമോ തഥാ സംഗീതോം കാ ഉപയോഗ കിയാ. എന്നിട്ടോ അതിനോടുള്ള താല്പര്യം അപ്പോൾ ആർക്കൊക്കെ ഉണ്ടായി? ഭാരതീയരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ഹിന്ദി ഫിലിം കാണാനായിട്ട്, സുർനാമിലെ ആളുകൾക്കും കൂടി അതിനോട് താല്പര്യമുണ്ടായി. एक दीप प्रज्वलित होते ही लगा कि एक साथ न जाने कितने जगमगाते दीपक जल उठे हैं. അപ്പോൾ ഏക് ദീപ് പ്രജ്വലിത് ഹോത്തേ ഹി, ഒരു ദീപം കത്തിച്ചതോടുകൂടി എന്താ നമുക്ക് തോന്നുന്നത്? ഏക് സാത്ത് ന ജാനെ കിത്തനെ ജഗ്മഗാത്തെ ദീപക് ജൽ ഉഠേ ഹേ, അറിയില്ല എത്രത്തോളം എത്രത്തോളം ദീപങ്ങളാണ് കത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അത്രമാത്രം സന്തോഷമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഒരു ശ്രമിക്ക് 130 വർഷം മുന്നേ ഭാരതത്തിൽ നിന്നും സുർനാമിലേക്ക് ഒരു തൊഴിൽ അന്വേഷിച്ച് പോയി. അദ്ദേഹത്തിൻ്റെ തലമുറകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഭാരതത്തിൽ നിന്നും ഇത് വിശ്വ ഹിന്ദി സമ്മേളനിൽ भाग लेने के लिए कई लोग वहाँ आए गए हैं. उन लोगों के मन में क्या हुआ है? वो इतना संतुष्ट हो गया है कि एक दीप प्रज्वलित होते ही, അവർ സന്തോഷിക്കുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? ഒരു ദീപം ജ്വലിപ്പിച്ചപ്പോൾ തന്നെ അറിയില്ല എത്രത്തോളം, എന്നാ ജാനെ കിത്തനെ ജഗ്മഗാത്തെ, എത്രത്തോളം ദീപങ്ങളാണ് കത്തിയിരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രമാത്രം സന്തോഷമാണ് ഇവയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകളുടെ മനസ്സിൽ തോന്നിയത്. सुरनामी भारतवंशियों का उत्साह देखने योग्य था. सुरनामी ഭാരതീയ അതാണ് പറഞ്ഞത്. एक दीप जलने से कई दीपक, कितने ही जगमगाते दीपक जल उठे, वो तो पता ही नहीं, അത് നമുക്ക് അറിയാനേ സാധിക്കുന്നില്ല. എന്താണ് പറയാൻ കാരണം? സുർനാമി ഭാരതീയ വംശിക ഉത്സവ ദേഖ്നെ യോഗ്യ ധാ, സുർനാമിലെ ഭാരതീയ വംശീയമായിട്ടുള്ള ആളുകൾക്ക് ഇത് അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ ഉത്സാഹം, ഇത് ഈ വിശ്വ ഹിന്ദി സമ്മേളൻ അവിടെ ആരംഭിക്കുന്നതിനുള്ള ആ ഒരു സന്തോഷം, അവരുടെ ആ ഒരു ഉത്സാഹവും ഒക്കെ നമുക്ക് കാണേണ്ടതാണ്. कहीं ऐसा एहसास हो रहा था जैसे 130 साल से बिछड़े बिंदु आज फिर गले मिल रहे हैं. यह भारत मिलाप बहुत आह्लादित कर रहा था. कहीं ऐसा एहसास हो रहा था, ഒരു നമുക്കിങ്ങനെ ഫീൽ ചെയ്യുകയാണ്. എഹസാസ് ഹോ രഹാ ഹെ, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ജയ്സെ 130 साल से 130 വർഷമായിട്ട് ബിഛുടെ ബന്ധു, നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ഒരു ബന്ധു, ആജ് ഫിർ ഗലെ മിൽ രഹേ ഹേ. അപ്പോൾ ഭാരതീയരായിട്ടുള്ള ഒരു ശ്രമിക്ക് 130 साल पहले वो तो सुरनाम पहुँचे और उनके वो बच्चे थे वहाँ थे. അവരെന്ത് ചെയ്തു? वो तो നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നമ്മൾ 130 साल से जो बिछड़े बिंदु ആജ് ഫിർ ഗലെ മിൽ രഹേ ഹേ, ഇന്ന് വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുകയാണ്, നമ്മളെ ആശ്ലേഷിക്കുകയാണ്. അതാണ് പറയുന്നത്. ബിച്ചുടെ ബന്ധു, നമ്മൾ വിട്ടുപോയിട്ടുള്ള ബന്ധു, നമ്മളുടെ ബന്ധുവാണ്. ആര്? ഭാരതത്തിൽ നിന്നും പോയിട്ടുള്ള ശ്രമിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറകളും എല്ലാം നമ്മുടെ ബന്ധുക്കളാണ്. അപ്പോൾ അങ്ങനെ പോയിരിക്കുന്ന ആ ബന്ധു എന്ത് ചെയ്തു? ആജ് ഫിർ ഗലെ മിൽ രഹേ ഹേ എന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആശ്ലേഷിക്കുന്നു. അതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? അദ്ദേഹം ഈ മൻഷൂർ ജോഷി എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഭരത് മിലാപ്, ഭരതൻ
എന്ത് ചെയ്യുന്നു, ശ്രീരാമൻ കാട്ടിൽ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുമ്പോൾ ഭരതനുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതാണ് ഭരത് മില. ഭരതൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രത്തോളമാണോ അതേപോലെയുള്ളൊരു സന്തോഷം ആണ് തോന്നുന്നു ഹിമാൻഷു ജോഷിക്ക് അവിടെയുള്ള ആളുകളുടെ മുഖത്ത് കണ്ടിട്ട് ഫീൽ ചെയ്തത്. അതാണ് ഭരത് മില. एक आलंकारिक प्रयोग है। आत्मीयता से अब एक भाई दूसरे भाई से मिलता है तब उसे सूचित करने के लिए ഭരത് മിലാപ് का प्रयोग होता है. ഇതൊരു അലങ്കാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മബന്ധം, കുറേ വർഷങ്ങളായിട്ട് കാണാതെ പോയ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ കണ്ടുമുട്ടുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിനെയാണ് എന്ത് പറയുന്നത്, ഭരത് മിലാപ് എന്ന് പറയുന്നത്.